മരിച്ച വോട്ടർമാരുമായി ചായകുടി, തിരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി പറഞ്ഞ് രാഹുൽ ഗാന്ധി. പ്രത്യേക തീവ്ര പുനഃപരിശോധനയെ തുടർന്ന് മരിച്ചുപോയവർ എന്നു കാണിച്ച് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കപ്പെട്ട ബീഹാറിൽ നിന്നുള്ള 7 അംഗ സംഘവുമായാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. സുപ്രീം കോടതി SIR-നെതിരായ ഹർജികൾ പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ ഡൽഹിയിലെത്തിയത്. ജീവിതത്തിൽ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ മരിച്ചവരോടൊപ്പം ചായ കുടിക്കാൻ എനിക്കൊരിക്കലും അവസരം ലഭിച്ചിട്ടില്ല. ഈ അതുല്യമായ അനുഭവത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി എന്നാണ് ഇവരുമായുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ എക്സിൽ കുറിച്ചത്. വോട്ട് കള്ളൻ സിംഹാസനം വിട്ടുപോകുക എന്ന മുദ്രാവാക്യവുമായി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കമാകും. ഇതിന്റെ ഭാഗമായി ഇന്നു രാത്രി 8 മണിക്ക് മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമിടും. ഈ മാസം 22 മുതൽ സെപ്റ്റംബർ 7 വരെ പ്രചാരണ റാലികളും സംഘടിപ്പിക്കും. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. VD സവർക്കർക്കെതിരെയുള്ള പരാമർശത്തിൽ മാനനഷ്ടക്കേസ് പരിഗണിക്കുകയാണ് രാഹുൽ പുനെ കോടതിയിൽ ഇക്കാര്യം പറഞ്ഞത്. തന്റെ സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളും തനിക്കെതിരായ മാനനഷ്ടക്കേസിൽ പരാതിക്കാരനായ സത്യകി സവർക്കറുടെ വംശപരമ്പരയും ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ജീവന് ഭീഷണിയുണ്ടെന്ന് കോടതിയിൽ പറഞ്ഞത്. രാഹുൽ ഗാന്ധി സർക്കാരിന്റെ സംരക്ഷണം തേടിയതായും ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനത്തെക്കുറിച്ച് അറിയില്ലെന്ന് സുപ്രീം കോടതി. ബീഹാറിലെ SIR നിർത്തിവെക്കണമെന്ന ഹർജികളിലെ വാദത്തിനിടെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യം പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം കഴിഞ്ഞതോടെ വെബ്സൈറ്റിലുള്ള SIR കരടുപട്ടികയിലെ സെർച്ച് ഓപ്ഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയെന്ന് ഹർജിക്കാർക്കു വേണ്ടി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. 2023-24 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനായി കേരളത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ചുമതല വഹിച്ച സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയെ സ്വാധീനിച്ചാണ് BJP കേന്ദ്ര നേതൃത്വം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അവസാന നിമിഷം 30,000-ലേറെ വ്യാജ വോട്ടുകൾ തിരുകി കയറ്റിയതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ഇതേക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും വിമർശനവുമായി തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. അധാർമികതയുടെ കാര്യമാണ് തൃശൂരിൽ ഉന്നയിച്ചതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. 11 വോട്ടുകൾ ചേർത്തതിൽ അധാർമികതയുണ്ടെന്നും സുരേഷ് ഗോപി മൗനം പാലിച്ചത് തെറ്റ് സമ്മതിക്കുന്നതിന് സമാനമാണെന്നും അല്ലെങ്കിൽ അയാളുടെ ധാർഷ്ട്യമാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനയാണ് പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നൊക്കെ പറയുന്നതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. 1 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിച്ച KSFയുടെ നേട്ടം കേരളത്തിനും സംസ്ഥാനത്തിന്റെ ധനകാര്യ മേഖലയ്ക്കും അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മികച്ച സാമ്പത്തിക മാതൃകയാണ് KSF ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ KSFയുടെ 1 ലക്ഷം കോടി വിറ്റുവരവ് നേട്ടത്തിന്റെ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ഒരു സ്കൂളും മാനേജ്മെന്റ് തർക്കങ്ങളുടെ പേരിൽ അടച്ചിടാൻ അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അധ്യയനം മുടക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ലെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. IHRD ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തി 60 വയസ്സായി ഉയർത്തിക്കൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ നിലവിലെ വിരമിക്കൽ വയസ്സ് 58 ആണ്. IHRD ജീവനക്കാർക്ക് പെൻഷൻ ഇല്ല എന്നും വിരമിക്കൽ വയസ്സ് 58 വയസ്സിൽ നിന്നും 60 വയസ്സാക്കണമെന്നും IHRD ഡയറക്ടർ ശുപാർശ സമർപ്പിച്ചിരുന്നു. ഇതിന്മേലാണ് നടപടി. PV അൻവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് 12 കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മലപ്പുറം കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് പരിശോധന. 2015-ലെടുത്ത 12 കോടി രൂപയുടെ വായ്പ തിരിച്ചെടുക്കാതെ 22 കോടിയായി എന്നാണ് പരാതി. KFCക്ക് ഭീമമായ നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിയത്. കാരുണ്യസ്പർശം സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ വഴി അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കഴിഞ്ഞവർക്കുള്ള മരുന്നുകൾ വില കുറച്ചു നൽകുന്നതിന് നടപടി സ്വീകരിച്ചുവരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മരണാനന്തര അവയവദാനം ചെയ്യുന്ന കുടുംബങ്ങളെ ആദരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൈകാതെ ഉത്തരവ് പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറ്. മലപ്പുറം താനൂരിനും തിരൂരിനും ഇടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ C7 കോച്ചിലെ ചില്ല് തകർന്നു വീണു. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിനിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അതേസമയം യാത്രക്കാർക്ക് പരിക്കില്ലെന്നാണ് വിവരം. നിലവിൽ ട്രെയിൻ യാത്ര തുടരുകയാണ്. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവിൽ ഭേദഗതി വരുത്തി ഹൈക്കോടതി. ആർക്കും എപ്പോൾ വേണമെങ്കിലും പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ തടയാവൂ എന്നും അധികാരം സ്ഥാപിച്ച് ബോർഡ് സ്ഥാപിക്കരുതെന്നും എതിർകക്ഷികളായ തൊടുപുഴ, തിരുവനന്തപുരം നഗരസഭകൾക്ക് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു.
മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ മാസപ്പടി കേസിലെ SFI അന്വേഷണം സംബന്ധിച്ച രേഖകൾ BJP നേതാവ് ഷോൺ ജോർജിന് ലഭിക്കില്ല. ഭാഗികമായി രേഖകൾ നൽകുന്നത് ചോദ്യം ചെയ്ത് CMRL കമ്പനി നൽകിയ ഹർജി ഹൈക്കോടതി റദ്ദു ചെയ്തു. എന്നാൽ ഈ ഹർജി വിചാരണ കോടതി വീണ്ടും പരിഗണിച്ച് തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കയറ്റുമതി കേന്ദ്രീകൃത വാണിജ്യ മേഖലയ്ക്ക് പ്രവർത്തന മൂലധനം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഗണിക്കുമെന്ന് സംസ്ഥാനതല ബാങ്കുകളുടെ സമിതി പറഞ്ഞു. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവുമായി SLBC പ്രതിനിധികൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ധാരണയായത്. മകന്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന് പണം കണ്ടെത്താനാതെ അച്ഛൻ മരിച്ച് ആത്മഹത്യ ചെയ്ത് ഒരാഴ്ച പിന്നിട്ടപ്പോൾ അധ്യാപികയായ അമ്മയുടെ ശമ്പള കുടിശ്ശിക ലഭിച്ചു. 12 വർഷത്തെ ശമ്പള കുടിശ്ശിക ഇനത്തിൽ 29 ലക്ഷം രൂപയാണ് നാറാണംമൂഴി സെയിന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപിക ലേഖ രവീന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ടിലെത്തിയത്. ശേഷിക്കുന്ന 23 ലക്ഷം പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അധ്യാപികയെ അറിയിച്ചു. ഷിജുവിന്റെ മരണശേഷം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വ്യാപക പരാതിയും വിമർശനവും ഉണ്ടായതോടെ അധികൃതർ ശമ്പള കുടിശ്ശിക അനുവദിക്കാനുള്ള നടപടി വേഗത്തിലാക്കി. വയനാട് ബാണാസുരാസാഗർ അണക്കെട്ടിലെ റിസർവോയറിൽ യുവാവ് മുങ്ങി മരിച്ചു. കുറ്റ്യാമയൽ ഉന്നതിയിലെ ശരത്താണ് മരിച്ചത്. നീന്തുന്നതിനിടെ അപകടമുണ്ടാകുകയായിരുന്നു. ഇയാളുടെ മൃതദേഹം കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി കണ്ടെടുത്തു. കോതമംഗലത്തെ 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തു നൽകി. കേന്ദ്രമന്ത്രികളായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പെൺകുട്ടിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു. ആവശ്യമായ എല്ലാ നിയമസഹായവും സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയിൽ പൂർണ്ണമായും ഇയർ ഔട്ട് ഒഴിവാക്കാൻ ധാരണ. വൈസ് ചാൻസലർ K. ശിവപ്രസാദും SFIയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായത്. ഇയർ ഔട്ട് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് SFI KTUവിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ഇന്നലത്തെ ചർച്ച. ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ വിഷയം ചർച്ച ചെയ്യാനായി സിൻഡിക്കേറ്റ് യോഗം ചേരാമെന്നും സമ്മതിച്ചു. മാധ്യമസ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണമില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് മാധ്യമസ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നത് അടിസ്ഥാനപരമായ പ്രചാരണമാണെന്നും അത്തരമൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് പറയുന്നു.